Hi everyone, today we are going to discuss about nutritional requirements of microorganisms. In the last class we were discussed about the different classification, nutritional types of microorganism. In this class we are going to discuss about nutritional requirements, nutrient requirements for microorganisms. നമുക്കറിയാം എല്ലാവർക്കും എന്ത് വേണം, ന്യൂട്രിയൻസ് വേണം അല്ലേ? ഗ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ന്യൂട്രിയൻസ് ആവശ്യമാണ്. അപ്പൊ ന്യൂട്രിയൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ദീസ് ആർ ദി സബ്സ്റ്റൻസസ് റിക്വയർഡ് ഫോർ എനർജി പ്രൊഡക്ഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ അല്ലേ? അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് പറഞ്ഞത്, ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായത്. അപ്പൊ ന്യൂട്രിയൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാ അത്? മാക്രോ ന്യൂട്രിയൻസ് ഓർ macro elements and micronutrients or micro elements or trace elements. അതിൽ നമുക്ക് ആദ്യത്തേത് മാക്രോ എലമെന്റ്സ്. മാക്രോ എലമെന്റ്സ് എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സോ 95% of the cell's dry weight is composed of using carbon, hydrogen, oxygen, nitrogen, sulfur, phosphorus, potassium, calcium, magnesium, iron, etc. These elements are called macro elements. Macro elements are elements which are required by the living organism in relatively large quantities. എന്ത് വേണം, ഇത് നല്ല എമൗണ്ടിൽ നമ്മളെ ബോഡിയിൽ ആവശ്യമുള്ള സാധനങ്ങളാണ് എന്ത് പറയുന്നത്, മാക്രോ എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ 95% ഓഫ് ദി സെൽ ഡ്രൈ വെയിറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് യൂസിങ് ദിസ് മാക്രോ എലമെന്റ്സ്. സോ മാക്രോ എലമെന്റ്സിൽ ഞാൻ പറഞ്ഞു കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, കാൽഷ്യം, മഗ്നീഷ്യം, അയൺ എക്സെട്ര. അയൺ ഈസ് ഇൻക്ലൂഡഡ് ബോത്ത് ഇൻ മാക്രോ എലമെന്റ്സ് ആൻഡ് മൈക്രോ എലമെന്റ്സ്. വി വിൽ സ്റ്റഡി ലേറ്റർ. ഓക്കെ, അപ്പൊ ഇതില് ഫസ്റ്റ് 6 കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഫോസ്ഫറസ്. ദീസ് ആർ ദി കോമ്പോണൻറ്റ്സ് ഓഫ് lipids, carbohydrates, proteins and nucleic acids. ന്യൂക്ലിക് ആസിഡ് ഉണ്ടാക്കാൻ എന്ത് വേണം, ഈ എലമെന്റ്സ് വേണം. അതേപോലെ തന്നെ ലിപ്പിഡ്സിന് വേണം, കാർബോഹൈഡ്രേറ്റ്സിന് വേണം, പ്രോട്ടീൻസിന് വേണം. ഓക്കെ, അപ്പൊ ഈ എലമെന്റ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളെ ബോഡിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ബാക്കിയില്ലേ പൊട്ടാഷ്യം, കാൽഷ്യം, മഗ്നീഷ്യം, അയൺ. അപ്പൊ ഈ പൊട്ടാഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദി ആക്ടിവിറ്റി ബൈ എ നമ്പർ ഓഫ് എൻസൈംസ് ഇൻവോൾവ്ഡ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമില്ലേ ഒരുപാട് എൻസൈംസിന്റെ ഫങ്ഷനിങ്ങിന് ആര് വേണം? ഈ പൊട്ടാഷ്യം വേണം. അപ്പൊ അതെന്താണ്, ഇതെന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? കോഫാക്ടേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ കോമ്പോണൻസ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? കോഫാക്ടേഴ്സ് ആയിട്ട്. പിന്നെ കാൽഷ്യം നമ്മൾക്കറിയാം, കാൽഷ്യം കോൺട്രിബ്യൂട്ട്സ് ഹീറ്റ് റെസിസ്റ്റൻസ് ഓഫ് ബാക്ടീരിയൽ സ്പോർസ്. ബാക്ടീരിയൽ സ്പോർസിന്റെ ഹീറ്റ് റെസിസ്റ്റൻസ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബാക്ടീരിയൽ സ്പോർ എന്ന് പറയുന്നത് അത് കമ്പോസ് ചെയ്യണമെങ്കിൽ, സ്പോർ കോട്ട് സിന്തസൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ കാൽഷ്യം വേണം. കാൽഷ്യം പ്ലസ് DPA, ഡൈപിക്കോളിനിക് ആസിഡ് എന്ന് പറഞ്ഞ ആസിഡും കൂടി ചേർന്നിട്ടാണ് എന്താ സ്പോറിന്റെ ഹൈലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി കൊടുക്കുന്നത്. പിന്നെ മഗ്നീഷ്യം എന്ന് പറയുന്നത് ഇറ്റ് സെർവ്സ് ആസ് എ കോഫാക്ടർ ഫോർ മെനി എൻസൈംസ്. ഒരുപാട് എൻസൈംസിന്റെ കോഫാക്ടർ ആയിട്ട് ആര് ആക്ട് ചെയ്യുന്നുണ്ട്? മഗ്നീഷ്യം ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മഗ്നീഷ്യം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇറ്റ് കോംപ്ലക്സസ് വിത്ത് ATP ആയിട്ട് കോംപ്ലക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇറ്റ് ഓൾസോ സ്റ്റെബിലൈസസ് റൈബോസോംസ് ആൻഡ് സെൽ മെംബ്രെയിനെ സ്റ്റെബിലൈസ് ചെയ്യാനെല്ലാം എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മഗ്നീഷ്യം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ ഉള്ളത്? അയൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോഫാക്ടർ
It is a part of cofactor for enzymes and energy carrying molecules. ഒരുപാട് എന്താ എൻസൈംസിന്റെ കോഫാക്ടർ ആയിട്ടും അതേപോലെ തന്നെ എന്താണ് എനർജി ക്യാരിയിങ് മോളിക്യൂൾസിന്റെ പാർട്ടൊക്കെ ആയിട്ട് ആര് ആക്ട് ചെയ്യുന്നുണ്ട്? അയൺ ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സൈറ്റോക്രോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എൻസൈംസിന്റെ പാർട്ടായിട്ട് ആരാണ്? അയൺ ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇതാണ് കാൽഷ്യം, മെഗ്നീഷ്യം, അതുപോലെ തന്നെ അയൺ, പൊട്ടാഷ്യം, ഇതിന്റെയൊക്കെ റോള് ഇതാണ് മെയിൻ ആയിട്ട് മൈക്രോ ഓർഗാനിസത്തിന്റെ കേസിൽ ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ മേജർ എലമെന്റ്സ് എന്ന് പറയാം ഇതിന്, അല്ലെ? മാക്രോ എലമെന്റ്സിനെ നമുക്ക് എന്ത് പറയാം? മേജർ എലമെന്റ്സ് എന്നും കൂടി പറയാം, കേട്ടല്ലോ. അപ്പൊ ഈ മേജർ എലമെന്റ്സ് എന്ന് പറയുന്നതിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഫോസ്ഫറസ്, ഇതിനെയാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അതിന്റെ കൂടാതില്ലതാണ് ഇത് പൊട്ടാഷ്യം, കാൽഷ്യം, മഗ്നീഷ്യം, അയൺ. അതിന്റെ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. പൊട്ടാഷ്യത്തിന്റെ, കാൽഷ്യത്തിന്റെ, മഗ്നീഷ്യത്തിന്റെ, അയണിന്റെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് മേജർ ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്താണ് മേജർ എലമെന്റ്സിനെ കുറിച്ച് ഓരോന്നിന്റെയും റിക്വയർമെന്റ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ റിക്വയർമെന്റ്സ് ഫോർ കാർബൺ, റിക്വയർമെന്റ്സ് ഫോർ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ, അത് ഓൾവേസ് ഒന്നിച്ചാണ് പറയാറ്. പിന്നെ റിക്വയർമെന്റ് ഫോർ നൈട്രജൻ, സൾഫർ, ഫോസ്ഫറസ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അത് നോക്കാം. റിക്വയർമെന്റ്സ് ഫോർ കാർബൺ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് കോമൺ ന്യൂട്രിയൻസ് റിക്വയർമെന്റ്സിൽ ഓരോ എലമെന്റ്സിന്റെ റിക്വയർമെന്റ്സ് നോക്കാം. റിക്വയർമെന്റ്സ് ഫോർ കാർബൺ ആണ് നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. നമുക്കറിയാം കാർബൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബാക്ക് ബോൺ ഓഫ് എനി ഓർഗാനിക് മോളിക്യൂൾസ്. ഓരോ ഓർഗാനിക് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട്സ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കാർബൺ എന്ന് പറയുന്നത് എസെൻഷ്യൽ ആണ്, അല്ലേ? അപ്പൊ കാർബൺ, the compound which serves as carbon, which serves as source of carbon, can also provide hydrogen and oxygen. അവരെന്ത് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഹൈഡ്രജനും അതുപോലെ തന്നെ ഓക്സിജനും പ്രൊവൈഡ് ചെയ്യും. എന്തുകൊണ്ടാണ്? ഓർഗാനിക് മോളിക്യൂൾസിൽ എന്തുണ്ട്? വേറെ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്, എക്സെപ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ എന്തേ ഉള്ളൂ? കാർബണും ഓക്സിജനും മാത്രമേ ഉണ്ടാവുള്ളൂ, ഹൈഡ്രജൻ അവിടെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ചില ഓർഗാനിസത്തിന് എന്ത് ചെയ്യാൻ പറ്റും? They uses carbon dioxide as their source of carbon and fix it into organic compounds, അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് എന്താക്കി മാറ്റുന്നു? ഓർഗാനിക് കോമ്പൗണ്ട്സ് ആക്കി മാറ്റുന്നു. ഫിക്സ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അങ്ങനെയുള്ള അവരെ നമ്മൾ വിളിച്ചത് ഓട്ടോട്രോഫ്സ് എന്ന് വിളിക്കും, അല്ലെ? The organism which depend on carbon dioxide for their carbon source are called autotrophs. When you heterotrophs and obtain their carbon from preformed organic compounds which is synthesized by some other organisms. അവരെന്താ വിളിച്ചത്? ഹെറ്ററോട്രോഫ്സ് എന്ന് പറഞ്ഞു, അല്ലേ? അപ്പൊ ഓരോ ബാക്ടീരിയക്കും ഓരോരോ കാർബൺ സോഴ്സസ് ആണ് ഉണ്ടാകുന്നത്. സം ബാക്ടീരിയ ആർ കേപ്പബിൾ ഓഫ് യൂസിങ് എനിത്തിങ് ആസ് കാർബൺ സോഴ്സ്. കാർബണിലെ ഏത് കോമ്പൗണ്ട്സ് വേണമെങ്കിലും അതിനെന്തായിട്ട് യൂസ് ചെയ്യാം? കാർബൺ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതിന് എക്സാമ്പിൾ ആണ് ബാർക്കോൾഡേറിയ സെപ്പേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനെന്താ? ക്യാൻ യൂസ് എനി ന്യൂട്രിയന്റ് എന്താണ് ആസ് എ കാർബൺ സോഴ്സ്. അതിനെന്ത് ചെയ്യാൻ പറ്റും? എന്ത് ന്യൂട്രിയൻസ് വേണമെങ്കിലും കാർബൺ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മീഥൈലോട്രോഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. They uses single carbon compounds such as carbon monoxide, formic acid, അതൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. സിംഗിൾ കാർബൺ കോമ്പൗണ്ട്സ് ആണ് കാർബൺ സോഴ്സ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്നത്, ലെപ്റ്റോസ്പൈറ യൂസസ് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ്. Long chain fatty acids as their carbon and energy sources. അവരെന്താണ്? ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സിനാണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഓർമ്മിക്കാം. അപ്പൊ കാർബൺ ഇല്ലാതെ നമുക്ക് എന്ത് സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല? ഓർഗാനിക് മോളിക്യൂൾസ് സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല. ഓർഗാനിക് മോളിക്യൂൾസ് ആണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. എന്താണ്? ഓർഗാനിക് മോളിക്യൂൾസ് ആണ്. അതാണ് കാർബണിന്റെ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്.
ഇനി നെക്സ്റ്റ് നമുക്ക് റിക്വയർമെന്റ്സ് ഫോർ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അപ്പൊ ഈ കാർബൺ സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നവര് നമുക്ക് എന്തും കൂടി കൊടുക്കുന്നുണ്ട്, ഹൈഡ്രജനും ഓക്സിജനും കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഫോം പാർട്ട് ഓഫ് മെനി ഓർഗാനിക് മോളിക്യൂൾസ് അല്ലെ. ഒരുപാട് ഓർഗാനിക് മോളിക്യൂൾസിന്റെ പാർട്ടാണ് ഹൈഡ്രജനും ഓക്സിജനും. ആൻഡ് ഇറ്റ് ഈസ് എ കോമ്പോണന്റ് ഓഫ് വാട്ടർ. ഹൈഡ്രജൻ ആൻഡ് oxygen combine to form water, and it is a vital component for any living organism അല്ലേ. വാട്ടർ എന്ന് പറയുന്നത് എന്താണ്, ഒരു വൈറ്റൽ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പോണന്റ് ആണ് ഏതൊരു ലിവിംഗ് ഓർഗാനിസത്തിനും. പിന്നെ എന്താണ്, ഫോർ റെസ്പിറേഷൻ ഓക്സിജൻ ഈസ് റിക്വയർഡ്. ഫോർ റെസ്പിറേഷൻ ആൻഡ് റിലീസ് ഓഫ് എനർജി ഓക്സിജൻ ഈസ് നെസസറി. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഓക്സിജൻ എന്താണ്, ഓക്സിജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് വാട്ടർ റിലീസ് ചെയ്യുന്നുണ്ട് റെസ്പിറേഷന്റെ സമയത്ത്. അതിന്റെ കൂടെ തന്നെ എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്, എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഓക്സിജൻ ഓൾസോ സെർവ്സ് ആസ് എ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഇൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. നമ്മുടെ എയറോബിക് റെസ്പിറേഷനിൽ ആരാണ്, ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കൂ, എയറോബിക് റെസ്പിറേഷൻ നടക്കൂ. അവരാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ആ കേസസിൽ എനർജി റിലീസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓർഗാനിസം which uses molecular oxygen for their respiration releases much amount of energy when compared to organisms that do not uses molecular oxygen. അങ്ങനെയുള്ള റെസ്പിറേഷൻ നമ്മൾ എന്ത് വിളിക്കും, ഓക്സിജൻ യൂസ് ചെയ്യാത്ത റെസ്പിറേഷൻ എനേറോബിക് റെസ്പിറേഷൻ എന്ന് വിളിക്കും. അപ്പൊ അത് എന്തുകൊണ്ടാണ്, ബിക്കോസ് പാർഷ്യലി ആണ് ഓർഗാനിക് മോളിക്യൂൾസിനെ അവിടെ ഡിഗ്രേഡ് ചെയ്യുന്നത്. ഓർഗാനിക് മോളിക്യൂൾസ് ആർ പാർഷ്യലി ഡിഗ്രേഡഡ് ടു ആൽക്കഹോൾ ആൻഡ് ആസിഡ്സ്. അതുകൊണ്ടാണ് അവിടെ എന്ത് കൂടുതൽ എനർജി റിലീസ് ചെയ്യാത്തത്. അപ്പൊ ഏറ്റവും കൂടുതൽ എനർജി റിലീസ് ചെയ്യുന്നത് ഏതിന്റെ കേസിലായിരിക്കും, എയ്റോബിക് റെസ്പിറേഷന്റെ കേസിലാണ് കമ്പയർഡ് ടു എനേറോബിക് റെസ്പിറേഷൻ. ഓക്കെ, അപ്പൊ അവിടെ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്, ഓക്സിജൻ ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബേസ്ഡ് ഓൺ ദി യൂട്ടിലൈസേഷൻ ഓഫ് ഓക്സിജൻ the microorganisms are classified into different groups. ഏതൊക്കെയാണ്, ഒബ്ലിഗേറ്റ് എയ്റോബ്സ്. ഒന്നെന്താണ്, ഒബ്ലിഗേറ്റ് എയ്റോബ്സ് ആണ്. രണ്ടാമത്തത് ഫാക്കൽറ്റേറ്റീവ് എനേറോബ്സ് ആണ്. മൂന്നാമത്തതോ ഒബ്ലിഗേറ്റ് എനേറോബ്സ്. നാലാമത്തത് എയ്റോ ടോളറന്റ് എനേറോബ്സ്. then last one മൈക്രോ എയ്റോഫിലിക് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയും. അങ്ങനെ 5 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആദ്യത്തത് ഒബ്ലിഗേറ്റ് എയ്റോബ്സ് എന്ന് പറഞ്ഞാല് these are organisms which can survive only in the presence of oxygen, which require oxygen for their growth. Without oxygen they cannot survive. അങ്ങനെയുള്ള ഓർഗാനിസത്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒബ്ലിഗേറ്റ് എയ്റോബ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് സ്യൂഡോമോണാസ്, മൈക്കോബാക്ടീരിയം. അതൊക്കെ എന്താണ്, ഒബ്ലിഗേറ്റ് എയ്റോബ്സിന് എക്സാമ്പിൾ. പിന്നെയുള്ളത് ഫാക്കൽറ്റേറ്റീവ് എനേറോബ്സ്. ഫാക്കൽറ്റേറ്റീവ് എനേറോബ്സ് എന്ന് പറഞ്ഞാൽ, ഫാക്കൽറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ അധികം ഫാക്കൽറ്റേറ്റീവ് എന്ന് പറയും. അപ്പൊ ഇതെന്താണ് ഫാക്കൽറ്റേറ്റീവ് എനേറോബ്സ് എന്ന് പറഞ്ഞാൽ, ദീസ് ആർ യൂഷ്വലി എന്താണ്, എയ്റോബിക് ഓർഗാനിസം. Aerobic organism is that can continue their growth in the absence of molecular oxygen. Oxygen ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഗ്രോ ചെയ്യാൻ പറ്റും. They uses fermentation or anaerobic respiration. Then they survives. അപ്പൊ aerobic ആണ്. facultative anaerobe എന്ന് പറഞ്ഞാൽ, anaerobe എന്ന് പറഞ്ഞാൽ അത് aerobic organism. നേരെ മറിച്ച് നമ്മൾ ഫാക്കൽറ്റേറ്റീവ് എയ്റോബ് എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും, എനേറോബിക് ഓർഗാനിസം ആയിരിക്കും. അതിനെന്ത് ചെയ്യാൻ പറ്റും, ഓക്സിജന്റെ പ്രസൻസിലും ഗ്രോ ചെയ്യാൻ പറ്റും. അത് ഓർമ്മിക്കണം. ഇവിടെ എന്താണ് ഫാക്കൽറ്റേറ്റീവ് എനേറോബ്സ് എന്ന് പറഞ്ഞാൽ എയ്റോബിക് ഓർഗാനിസം that can survive without oxygen. ഓക്കെ, അപ്പൊ അവിടെ എന്താ യൂസ് ചെയ്യുന്നത്, ഫെർമെന്റേഷൻ ആണ് ഇവര് യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആണ് എൻറ്ററോകോക്കസ്, ഈകോളൈ, സാക്കറോമൈസിസ് സെർവീസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്.
അതൊക്കെ എന്താണ് ഫാക്കൽറ്റേറ്റീവ് എനറോൺസിന് എക്സാമ്പിൾ ആണ്. പിന്നെയുള്ളത് ഒബ്ലിഗേറ്റ് എനറോൺസ്. ഒബ്ലിഗേറ്റ് എനറോൺസ് എന്ന് പറഞ്ഞാൽ these are organisms which do not survive, which cannot have the ability to survive in the presence of oxygen. In the presence of oxygen, they simply die. They never require oxygen for their growth. ഓക്സിജന്റെ പ്രസൻസിൽ എന്തായി പോകുന്നത്? ചത്തുപോകും. അങ്ങനെയുള്ള ഓർഗാനിസത്തിനെ നമ്മൾ എന്ത് പറയുന്നത്? ഒബ്ലിഗേറ്റ് എനറോൺസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ക്ലോസ്ട്രീഡിയം, മെത്തനോബാക്ടീരിയം. ഇതൊക്കെ എന്താണ് ഒബ്ലിഗേറ്റ് എനറോൺസിന് എക്സാമ്പിൾ ആണ്. പിന്നെ എയ്റോ ടോളറന്റ് എനറോൺസ്. എയ്റോ ടോളറന്റ് എനറോൺസ് എന്ന് പറഞ്ഞാൽ they cannot use oxygen but they simply tolerate the presence of oxygen. അവർ ഓക്സിജൻ ഉണ്ടെങ്കിലും അവർ ഗ്രോ ചെയ്യും, ഓക്സിജൻ ഇല്ലെങ്കിലും അവർ ഗ്രോ ചെയ്യും. ഓക്സിജൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, അതിനെ ബാധിക്കുന്നില്ല. അതെന്ത് ചെയ്യില്ല, ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. എന്താണ് in the presence of molecular oxygen they tolerate it fairly well. അങ്ങനെ ഗ്രോ ചെയ്യുന്ന ഓർഗാനിസത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? എയ്റോ ടോളറന്റ് എനറോൺസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് എൻറ്ററോകോക്കസ് ഫീക്കാലിസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ലാസ്റ്റ് ഉള്ളത് മൈക്രോ എയറോഫിലിക് എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് എന്താണ് മൈക്രോ എയറോഫിലിക് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ അവർക്ക് നോർമൽ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജൻ കോൺസെൻട്രേഷൻ വേണ്ട, അതിന് താഴെ മാത്രമേ എന്ത് വേണ്ടൂ, ഓക്സിജൻ ലെവൽ വേണ്ടൂ. അതിലാണ് അവര് സർവൈവ് ചെയ്യും. അപ്പൊ അവര് നോർമലി റിക്വയർ ചെയ്യുന്നത് 2 to 10% ഓക്സിജൻ കോൺസെൻട്രേഷൻ ആണ്. അതിന് എക്സാമ്പിൾ ആണ് കാമ്പൈലോബാക്ടർ ജെജുനി എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കോസ് ചെയ്യുന്നത് ജിഞ്ചിവൈറ്റിസ് എന്ന് പറയുന്ന ഗം ഇൻഫ്ലമേഷൻ കോസ് ചെയ്യുന്ന ഒരു ഓർഗാനിസം ആണ് കാമ്പൈലോബാക്ടർ ജെജുനി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബേസ്ഡ് ഓൺ ദി യൂട്ടിലൈസേഷൻ ഓഫ് oxygen, microorganisms are classified into different groups. What are they? Obligate aerobics, then facultative anaerobics, then the obligate anaerobics, aerotolerant anaerobics, and finally microaerophilic microorganisms. ഇത്രയാണ് കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും റിക്വയർമെന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് റിക്വയർമെന്റ്സ് ഫോർ സൾഫർ എന്തൊക്കെയാണെന്ന് നോക്കാം. സൾഫർ എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട് അല്ലെ. സൾഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദി ബയോസിന്തസിസ് ഓഫ് സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് ലൈക്ക് സിസ്റ്റീൻ ആൻഡ് മെത്തിയോണൈൻ. 2 അമിനോ ആസിഡ് ഉണ്ട് അല്ലെ, സിസ്റ്റീനും മെത്തിയോണൈനും. അതിന്റെ സിന്തസിസിന് എന്ത് വേണം? നമുക്ക് സൾഫർ വേണം. പിന്നെ അതേപോലെ തന്നെ വൈറ്റമിൻസ് ഉണ്ട്. വൈറ്റമിൻ, തയമിൻ, ബയോട്ടിൻ, അതേപോലെ സം കാർബോഹൈഡ്രേറ്റ്. ഇതൊക്കെ സിന്തസൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സൾഫർ അത്യാവശ്യമാണ്. പിന്നെ അതേപോലെ എവിടുന്ന നമുക്ക് സൾഫർ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുക? ഇമ്പോർട്ടന്റ് നാച്ചുറൽ സോഴ്സസ് ഓഫ് സൾഫർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സൾഫേറ്റ്സ്. മെയിൻ ആയിട്ടുള്ളത് സൾഫേറ്റ് ആണ്. പിന്നെ എന്തുള്ളത്? ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ്. ഇതൊക്കെയാണ് സൾഫർ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ മോസ്റ്റ് മൈക്രോ ഓർഗാനിസംസും യൂസ് ചെയ്യുന്നത് ദേ യൂസസ് സൾഫേറ്റ് ആസ് എ സോഴ്സ് ഓഫ് സൾഫർ. എന്നിട്ട് ആ സൾഫേറ്റിന് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. സൾഫൈഡ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും, സൾഫൈറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പൊ ആ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അസിമിലേറ്ററി സൾഫേറ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിലേക്ക് കൂടിയാണ് അത് റെഡ്യൂസ് ചെയ്യുക. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. ഓക്കെ, അപ്പൊ മോസ്റ്റ് മൈക്രോ ഓർഗാനിസം യൂസസ് സൾഫേറ്റ് ആസ് എ സോഴ്സ് ഓഫ് sulfur and reduce it by a process called assimilatory sulfate reduction. അപ്പോൾ അങ്ങനെയുള്ള ഓർഗാനിസത്തിന് എക്സാമ്പിൾ ആണ് ഡീസൾഫോവിബ്രിയോ, ഡീസൾഫോട്ടോമാക്കുലം. ഇതൊക്കെ സൾഫർ റെഡ്യൂസിങ് ഓർഗാനിസത്തിന് എക്സാമ്പിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ ചില മൈക്രോ ഓർഗാനിസംസ്, സം ഓഫ് ദം യൂസസ് റെഡ്യൂസ്ഡ് ഫോം ഓഫ് സിസ്റ്റീൻ. ഈ സിസ്റ്റീൻ്റെ റെഡ്യൂസ്ഡ് ഫോം ഉണ്ട്, അതിനെ നമ്മൾ വിളിക്കും സിസ്റ്റൈൻ എന്ന് വിളിക്കും. അതിനെ യൂസ് ചെയ്യുന്നുണ്ട് ചില ഓർഗാനിസംസ്. ഓക്കെ, അതാണ് സൾഫറിന്റെ റിക്വയർമെന്റ്. സൾഫർ എന്തിനൊക്കെ വേണം, അതേപോലെ തന്നെ സൾഫറിന്റെ സോഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി റിക്വയർമെന്റ്സ് ഫോർ ഫോസ്ഫറസ്.
ഇപ്പോൾ ഫോസ്ഫറസ് എന്തിനൊക്കെയാണ് വേണ്ടത് നമ്മളെ ബോഡിയിൽ? ന്യൂക്ലിക് ആസിഡ് സിന്തസൈസ് ചെയ്യണമെങ്കിൽ ഫോസ്ഫറസ് വേണം അല്ലേ. പിന്നെ ഫോസ്ഫോലിപ്പിഡ് ഓഫ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് അതിന്റെ ഇമ്പോർട്ടന്റ് പാർട്ടാണ് എന്ത്? ഈ ഫോസ്ഫറസ്. പിന്നെ കോഫാക്ടേഴ്സ് ആയിട്ട് കുറെ എൻസൈംസിന്റെ കോഫാക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫോസ്ഫറസ് ആവശ്യമാണ്. പിന്നെ അതെന്താണ്? എനർജി ബോൺസ് ഓഫ് ATP എന്ന് പറയുന്നത് എന്താണ്? ഈ ഫോസ്ഫറസ് തന്നെയാണ്. ATP സിന്തസൈസ് ചെയ്യണമെങ്കിൽ ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഫോസ്ഫറസ് ഇല്ലാതെ നമുക്ക് നടക്കൂല. അപ്പൊ ഫോസ്ഫേറ്റ് ആണ് എന്ത്? മെയിൻ ആയിട്ടുള്ള ഫോസ്ഫറസ് സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫോസ്ഫേറ്റ് ആണ്. അപ്പൊ ആ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇതിന്റെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് എന്ത് പറയുന്നത്? ഫോസ്ഫറസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചില കേസസിൽ അക്വാട്ടിക് എൻവറോൺമെന്റിൽ മൈക്രോബിയൽ ഗ്രോത്തിനെ ലിമിറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്ത്? ഫോസ്ഫേറ്റ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോസ്ഫറസ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എല്ലാ ഓർഗാനിസത്തിനും ന്യൂക്ലിക് ആസിഡ് ഉണ്ട്, അതേപോലെ തന്നെ ഫോസ്ഫോലിപ്പിഡ് മെംബ്രെയിൻ ആണ്, പിന്നെ ATP വേണം. അപ്പോൾ ഫോസ്ഫറസ് എന്ന് പറയുന്നത് എന്താണ്? മസ്റ്റ് റിക്വയർഡ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് എന്ത് പറയുന്നത്? ഫോസ്ഫറസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയുമ്പോൾ ഈക്കോളൈന്റെ കേസിൽ ഈക്കോളൈ ക്യാൻ യൂസ് ബോത്ത് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് കോമ്പൗണ്ട് ആസ് ഫോസ്ഫറസ് സോഴ്സസ്. കേട്ടല്ലോ. അപ്പൊ എന്താന്ന് വെച്ചാൽ അതിന് രണ്ട് ഫോസ്ഫേറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് യൂസ് ചെയ്യാൻ പറ്റും, ഓർഗാനിക് ഫോസ്ഫേറ്റും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓർഗാനിക് ഫോസ്ഫേറ്റിന് എക്സാമ്പിൾ ആണ് XO6 ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഇതിനെ ഡയറക്ട്ലി ഇതിന്റെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. ഒരുവിധം എന്താണ്? ഡയറക്റ്റ് ആയിട്ട് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. പിന്നെ രണ്ടാമത് ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ പെരിപ്ലാസ് എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ, നമ്മളെ സെൽ മെംബ്രെയിൻ്റെ സെൽ വാളിന്റെ ഇടയ്ക്കുള്ള സ്പേസിൽ വെച്ചിട്ട് ഈ ഓർഗാനിക് ഫോസ്ഫേറ്റ് കോമ്പൗണ്ട്സ് അതിനെ ഹൈഡ്രോലൈസ് ചെയ്തിട്ട് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് എന്ന് പറയുന്ന എൻസൈമിനെ കൊണ്ട് ഫോസ്ഫേറ്റിനെ ഹൈഡ്രോലൈസ് ചെയ്തിട്ട് ആ ഇൻഓർഗാനിക് ഫോസ്ഫേറ്റിനെ മാത്രം എന്ത് ചെയ്യും? ഉള്ളിലേക്ക് എടുക്കും. അപ്പൊ അത് ഉള്ളിലേക്ക് വരുന്നത് പറഞ്ഞാല് പോറിൻ പ്രോട്ടീൻ ചാനലിലേക്ക് കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഉള്ളിലേക്ക് വരുന്നത്. അപ്പൊ ഓർഗാനിക് ഫോസ്ഫേറ്റിനെ അങ്ങനെ എടുക്കുന്നുണ്ട്, രണ്ട് വിധത്തിൽ എടുക്കുന്നുണ്ട്. പിന്നെ ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് ഡയറക്ട്ലി എന്ത് ചെയ്യും? ക്രോസ് ചെയ്യും. ഇറ്റ് ക്രോസസ് ദി സെൽ മെംബ്രെയിൻ ത്രൂ പോറിൻ പ്രോട്ടീൻ ചാനൽസ്. അങ്ങനെ ക്രോസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. പിന്നെ അത്രയാണ് നമുക്ക് എന്ത് പറയുന്നത്? റിക്വയർമെന്റ്സ് ഫോർ ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് റിക്വയർമെന്റ്സ് ഫോർ നൈട്രജൻ അല്ലെങ്കിൽ റിക്വയർമെന്റ്സ് ഓഫ് നൈട്രജൻ നോക്കാം. അപ്പൊ നൈട്രജൻ എന്ന് പറയുന്നത് നമുക്ക് പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? അമിനോ ആസിഡ് വേണം. അപ്പൊ അമിനോ ആസിഡിന്റെ ഒരു ഇമ്പോർട്ടന്റ് കോമ്പോണന്റ് ആണ് എന്ത്? നൈട്രജൻ എന്ന് പറയുന്നത്. പിന്നെ പ്യൂരിൻ, പിരമിഡിൻസ് ഇതിനെയൊക്കെ സിന്തസൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് നൈട്രജൻ വേണം. ന്യൂക്ലിയോടൈഡ്സിന്റെ സിന്തസിസിന് നൈട്രജൻ വേണം. പിന്നെ ചില കാർബോഹൈഡ്രേറ്റ്സിന്റെ പാർട്ടായിട്ട് ചില ലിപ്പിഡ്സിന്റെ ചില എൻസൈം കോഫാക്ടേഴ്സ് ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? ഈ നൈട്രജൻ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നൈട്രജൻ എന്ന് പറയുന്നതും ഒരു മസ്റ്റ് റിക്വയറിങ് കോമ്പൗണ്ട് ആണ് നമ്മളെ കേസിൽ, ലാർജ് എമൗണ്ടിൽ വേണ്ടതാണ്. അപ്പൊ നൈട്രജൻ ഇൻ അമിനോ ആസിഡ്, അതേപോലെ തന്നെ അമോണിയയിൽ നൈട്രജൻ ഉണ്ട്, അതേപോലെ തന്നെ അമിനോ ആസിഡിലും നൈട്രജൻ ഉണ്ട്. അത് ചില മൈക്രോ ഓർഗാനിസംസ് ഡയറക്ട്ലി യൂട്ടിലൈസ് ചെയ്യും. എന്നിട്ട് അതിനെന്താക്കി മാറ്റും? അതിനെ കൺവേർട്ട് ചെയ്യും. കേട്ടല്ലോ. നൈട്രേറ്റ് അല്ലെങ്കിൽ നൈട്രൈറ്റ് ആക്കിയിട്ട് മാറ്റും. നൈട്രൈറ്റ് ആക്കി മാറ്റും. അങ്ങനെ ഇല്ലേ പ്രോസസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ നൈട്രേറ്റിനെയും നൈട്രൈറ്റിനെയും അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന കുറച്ച് ഓർഗാനിസംസ് ഉണ്ട്. ഇപ്പൊ നൈട്രജൻ ഫിക്സേഴ്സ് എന്ന് പറയുന്നത് അവര് അസിമിലേറ്ററി നൈട്രേറ്റ് റിഡക്ഷൻ വഴി എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് നൈട്രജൻ ഫിക്സേഴ്സ് ആണ് എന്ത്? നൈട്രജന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, പ്ലാന്റ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ നൈട്രേറ്റ് എന്ന് പറയുന്ന ഫോമില് അല്ലെങ്കിൽ നൈട്രൈറ്റ് അതല്ലെങ്കിൽ അമോണിയ ആ ഫോമിലാണ് ആർക്ക് യൂസ് ചെയ്യാൻ പറ്റുക? ഈ പ്ലാന്റ്സിനും അതേപോലെ തന്നെ മൈക്രോ ഓർഗാനിസത്തിനൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ. അപ്പൊ അതും കൂടി ഓർമ്മിക്കുക. റിക്വയർമെന്റ്സ് ഓഫ് നൈട്രജൻ
അപ്പൊ ഇത്രയാണ് എന്ത് മാക്രോ എലമെന്റ്സിൽ നമുക്ക് പറയാനുള്ളത്. മാക്രോ എലമെന്റ്സിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? റിക്വയർമെന്റ്സ് ഫോർ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഫോസ്ഫറസ്, സൾഫർ ആൻഡ് നൈട്രജൻ. ഇതാണ് മാക്രോ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ.